എന്താണ് ബ്ലൂ ലോക്ക്? ബ്ലൂ ലോക്ക് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് ആണ്. അതായത് ജാപ്പനീസ് ഫുട്ബോൾ ഫെഡറേഷൻ നടത്തുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഈ ഫെഡറേഷന്റെ തന്നെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതിനെ എതിർക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാന്റെ ഒരു നാഷണൽ ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് ആണ് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഈഗോ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോ ഈഗോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ ഇത് ജാപ്പനീസ് ഫുട്ബോളിന്റെ ഫ്യൂച്ചർ തന്നെ മാറ്റിമറിക്കും എന്ന് പറഞ്ഞ് ഒരുപാട് പേരുടെ എതിർപ്പും കാര്യങ്ങളും ഒക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഈഗോയുടെ സഹായമായിട്ടുള്ളൊരു പെൺകുട്ടിയും കൂടെ, ഫെഡറേഷനിലുള്ള ഒരു പെൺകുട്ടിയും കൂടെ ഈ പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, എന്താണ് ഈ പ്രോജക്റ്റിൽ അവർ കാണിക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് തന്നെ അവര് സ്കൂൾ ടീം പ്ലേയേഴ്സിനെയും മറ്റു ക്ലബിലൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ അവരുടെ പ്ലേ ഒക്കെ വാച്ച് ചെയ്ത് ഒരുപാട് ഒരു അണ്ടർ 18 ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് പേരെ അവർ സെലക്ട് ചെയ്തെടുത്തിട്ട് അവർക്കൊരു ഇൻവിറ്റേഷൻ അയക്കുന്നു. നിങ്ങൾ ബ്ലൂ ലോക്കിലേക്ക് സെലക്ടഡ് ആയിരിക്കുന്നു, ഇൻവിറ്റേഷന് വരണം, നിങ്ങൾ വന്നിട്ട് നിൽക്കണമെന്ന് പറഞ്ഞ ഒരു 10-200 കുട്ടികളെയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഈഗോ അവരുടെ മുമ്പിലേക്ക് വന്നിട്ട് എന്താണ് ബ്ലൂ ലോക്ക് എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ്, നമ്മളൊരു ഫ്യൂച്ചർ മാറ്റി മറിക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്, അതിലേക്കാണ് നിങ്ങളെ സെലക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ട്രെയിനിങ് തുടങ്ങുന്ന ടൈം തൊട്ട് തീരുന്നവരെ നിങ്ങൾ അവരുടെ ആ ഒരു ഇതിനകത്തറിയാം. സംതിങ് ലൈക്ക് ബിഗ് ബോസ് പോലെ ഒരു സംഭവമാണ്. വെളിയിലൊന്നും പോകാൻ പറ്റില്ല, ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ ഫുൾ ടൈം അവരുടെ ആ ഒരു നിരീക്ഷണത്തിൽ അവർ വെച്ചേക്കുന്ന ഒരു ട്രെയിനിങ് സെന്ററിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. പിന്നെ നമുക്കത് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം മതി, നമുക്ക് തോന്നൂല എന്നുള്ള ആൾക്കാരെ എപ്പോഴെപ്പോഴും നിങ്ങൾ തട്ടിക്കളയും എന്ന് ഈഗോ ആദ്യമേ പറയുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് ആദ്യം പോണ്ട എന്ന് പറയും, താല്പര്യമില്ല, ഇതെന്ത് കാര്യം, ഇതെന്ത് സംഭവം നമുക്ക്. പിന്നെ ഈഗോ മെയിനായിട്ട് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുട്ബോൾ കരിയർ തന്നെ ഇവിടെ എൻഡ് ആവുകയാണ്. പിന്നെ നിങ്ങൾക്ക് മുമ്പോട്ടൊരു കരിയർ ഉണ്ടാകത്തില്ല, ഫുട്ബോൾ കരിയർ ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പാനിക്കായിട്ട് ഇതെന്ത് സംഭവം നമ്മുടെ കരിയർ എൻഡ് ആക്കുന്നു, അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിച്ച് കുറച്ച് പേര് പിന്മാറുന്നുണ്ട്.